ഹലോ വെൽക്കം ടു ചെറി ബ്ലോസം. എന്താണ് വെൽക്കം ടു ചെറി ബ്ലോസം എന്ന് പറഞ്ഞതെന്നായിരിക്കും അല്ലേ. കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പൊതുവിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഇയർ മുതൽ ചെറി ബ്ലോസം കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇപ്പോഴാണ് ഒന്ന് ചാൻസ് കിട്ടിയത്. ലാസ്റ്റ് ഇയർ മഴയായിട്ട് മഴ കൊണ്ടുപോയി എല്ലാം കൊഴിഞ്ഞു വരുന്നു. അപ്പോൾ ഇത്തവണ കറക്റ്റ് ടൈമിന് വരാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ നിങ്ങളെയും വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെറി ബ്ലോസത്തിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ നടന്നു പോവുകയാണ്. ടൊറൻറ്റോ ഹൈ പാർക്കാണ് ഇതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഇത് ഞങ്ങൾ 2-3 ദിവസമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് വരാൻ പറ്റിയത്. ഇതൊരു മോർണിംഗ് ഒരു 6:45 6:50 ആ ഒരു ടൈമിങ്ങിനാണ് ഞങ്ങൾ വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒത്തിരി തിരക്കാവും, വെയിൽ കൂടുതലാവും. 6 മണി ആകുമ്പോഴത്തേക്ക് തന്നെ സൂര്യൻ മുകളിലേക്ക് വന്നു തുടങ്ങുമല്ലോ. അപ്പോൾ നേരത്തെ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഒക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 6:30-7 മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ അടിപൊളിയായിരിക്കും. നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സൈഡ് ഫുള്ള് ഈ ചെറി ട്രീ മാത്രമാണ്. എന്തു ഭംഗിയാണെന്നറിയോ, പൂത്തിങ്ങനെ എന്തോരം പൂക്കളാ. കുറേയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്, കുറേയൊക്കെ പക്ഷേ ഇങ്ങനെ കൊഴിയാണ്ട് നിൽപ്പുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഈ നമ്മുടെ പൂവൊക്കെ ഇങ്ങനെ വന്ന് വീഴുന്ന വീഡിയോ ഒക്കെ കിട്ടുമല്ലോ, നല്ല ഭംഗിയല്ലേ. ഇപ്പം ഞാനൊന്ന് ചെറുതായിട്ട് കുലുക്കിയൊക്കെ നോക്കി പൂവൊക്കെ വീഴുമെന്ന് അറിയാനായിട്ട്, പക്ഷെ അത് വീഴുന്നുണ്ടായിരുന്നില്ല. തിരക്ക് കുറവെന്ന് പറയുമ്പോൾ അത്ര ഭയങ്കര തിരക്ക് കുറവൊന്നും അല്ല. രാവിലെ ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വരുന്ന ആൾക്കാരും പിന്നെ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ പേര് ഈ സമയത്ത് തന്നെ നോക്കി വെച്ച് വരുന്ന ആൾക്കാരുണ്ട് നമ്മളെപ്പോലെ. പിന്നെ കുറേ പേര് ഇങ്ങനെ വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് അതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കും. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഞങ്ങളിപ്പോൾ കാണാൻ പോയെടുത്ത് ഇവിടെ ഉള്ള പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വൈറ്റ് ഷെയ്ഡും പിങ്ക് ഷെയ്ഡും കൂടി മിക്സഡ് ആയിട്ട് വരുന്ന അങ്ങനത്തെ പൂക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഹൈ പാർക്കിലെ ചെറി ബ്ലോസം, ഈ ചെറി ട്രീസിന് ഇതിനൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് കേട്ടോ പറയുന്നത്. 1984 ചിൽഡ്രൻസ് അഡ്വഞ്ചർ പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു. ഇവിടെ കുറച്ച് ചെറി ട്രീസ് ഒക്കെ നട്ട് വെച്ചതാണ്. അത് ജപ്പാനിലുള്ള 2 പേര് ടൊറൻറ്റോയിലെ ആൾക്കാർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണെന്നാണ് പറയുന്നത്. ആ ഗിഫ്റ്റാണ് ഇപ്പം നമ്മളെല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെറി ബ്ലോസം. എന്ത് രസമല്ലേ. അപ്പോൾ ഈ ചെറി ബ്ലോസത്തിനെ പറയപ്പെടുന്നത് എ ജോയ്ഫുൾ സിംബൽ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ തന്നെയല്ലേ. ഇവിടെ വരുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഒരു പ്രത്യേക തരം സുഖമാണ്. എനിക്ക് ശരിക്കും തിരിച്ചു പോരാൻ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല, അത്ര ഭംഗിയായിരുന്നു. ഞങ്ങൾ രാവിലെ 6:45 ആ ഒരു സമയത്തിനൊക്കെ വന്നിട്ട് തിരിച്ചു പോയതെന്ന് പറയുന്നത് ഒരു 9:30-10 മണിയൊക്കെ ആയി. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ പാർക്കിൻ്റെ നമ്മളിങ്ങനെ നടന്ന് താഴേക്ക് പോകുമ്പോഴത്തേക്ക് ലേക്കാണ്. അപ്പോൾ ലേക്കിൻ്റെ അടുത്ത് കുഞ്ഞു കുഞ്ഞു ചെറിയ ട്രീസൊക്കെ ഒത്തിരി നമ്മൾ ഈ പാർക്കിൻ്റെ സൈഡിൽ കാണുന്ന അത്രയൊന്നുമില്ല, പക്ഷേ കുഞ്ഞു കുഞ്ഞു ചെറിയ ട്രീസൊക്കെ കുറച്ച് നമ്മുടെ ഇങ്ങനെ വലിപ്പം വെച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഈ വലിയ മരത്തിൻ്റെ ചുവട്ടിലാണ് കൂടുതൽ പേരും ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ചിങ്ങനെ മഞ്ഞ കളറിൽ ഇവിടെ എല്ലാ വീടുകളിലും നമുക്ക് കാണാൻ പറ്റും. മഞ്ഞ കളറിൽ നല്ല ഭംഗിയുള്ള ഒരു പൂവ് നട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത് കുറേ ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുലിപ്സ് നട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി പാർക്കിൽ ഇതുപോലെ നമുക്ക് ചെറി ബ്ലോസം കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒത്തിരി റീൽസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഹൈ പാർക്കിലാണ് ഒത്തിരി നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ മിസിസാഗയിൽ സ്ക്വയർ വണ്ണിൻ്റെ അടുത്ത് ഒരു പാർക്ക് ഉണ്ട്. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ 2-3 ചെടികളിൽ മാത്രമേ നിറച്ച് പൂണ്ടായിരുന്നുള്ളൂ, ബാക്കി ഇങ്ങനെ കൊഴിഞ്ഞൊക്കെ പോയി തുടങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി ഇങ്ങടത്തേക്ക് പോന്നേക്കാം, ഇവിടെ ആകുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ, ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, എല്ലാവരെയും കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെറി ബ്ലോസം ചെറി പൂക്കളൊക്കെ ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെറി ബ്ലോസത്തിൻ്റെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.